നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യ സമരസേനാനി KV നാരായണനെ കാഞ്ഞങ്ങാട്ടെ പൗരാവലി ആദരിച്ചു. ഡോക്യുമെന്ററി പ്രകാശനവും നടന്നു. ആവേശത്തിരയിൽ BMS ജില്ലാ സമ്മേളനത്തിന്റെ പ്രകടനം. ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കം. കാഞ്ഞങ്ങാട് സ്വീകരണം നൽകി. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം കാഞ്ഞങ്ങാട്ട് നടന്നു. കലോത്സവം 25-ന് തുടങ്ങും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാതല കുടുംബസംഗമം പടന്നക്കാട്ട് നടന്നു. പുല്ലൂർ പെരിയ പഞ്ചായത്തിനെ അഴിമതിരഹിതമാക്കും. സംസ്കൃതി പുല്ലൂരിൽ അഴിമതി വിരുദ്ധ സെമിനാർ നടത്തി. നഗരത്തിൽ മുഴുവൻ സമയ ശൌചാലയം തുടങ്ങണമെന്ന് ആവശ്യം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനത്തിന് സമാപനം. രാവണേശ്വരം രാമഗിരി തെക്കുംപാടൻ തറവാട് കളിയാട്ടത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യ സമര സേനാനി KV നാരായണന് കാഞ്ഞങ്ങാട്ടിന്റെ ആദരം. ഡോക്യുമെന്ററി പ്രകാശനവും നടന്നു. ഗോവൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ ധീരനായ സമരനായകനുമായ KV നാരായണനെ കാഞ്ഞങ്ങാട്ടെ പൗരാവലി ആദരിച്ചു. മികച്ച സഹകാരി കൂടിയായ KV നാരായണനെ കുറിച്ച് തയ്യാറാക്കിയ ഡോക്യുമെന്ററി ആരവും ആൾക്കൂട്ടവുമില്ലാതെ ഒരാളിന്റെ പ്രകാശനവും നടന്നു. ആദരിക്കൽ ചടങ്ങ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മലബാറിലെ ഉത്തര മലബാറിലെ പ്രത്യേകിച്ചു സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് തീഷ്ണത വളരെയേറെയായിരുന്നു. വളരെയേറെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളിലൂടെ ആണ് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഈ പ്രദേശത്ത് വിദ്വാൻ VK നായർ, ശ്രീ കണ്ണൻ നായർ, ബഹുമാനായ മാധവേട്ടൻ ഉൾപ്പെടെയുള്ള എത്രയോ സമര പോരാളികൾക്ക് ജന്മം കൊടുത്ത നാടാണ്. ഇവിടെ ശ്രീ KV നാരായണനും അദ്ദേഹത്തിൻ്റെതായ നിസ്തുലമായ പങ്ക് നിറവേറ്റിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ജനങ്ങളോടൊപ്പം ശക്തമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡോക്യുമെന്ററിയുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ അധ്യക്ഷനായി. E ചന്ദ്രശേഖരൻ MLA ഉപഹാരം നൽകി. സ്വാതന്ത്ര്യ സമര സേനാനി KR കണ്ണനെയും ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. AK നാരായണൻ, MC കമറുദ്ദീൻ, മടിക്കെ കമ്മാരൻ, അഡ്വക്കേറ്റ് TK സുധാകരൻ, അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ, PR കുഞ്ഞിരാമൻ, PV മൈക്കിൾ, ചന്ദ്രൻ കാരളി, ബാബുദാസ് കോടോത്ത് എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് മാത്യൂസ് തെരുവപ്പുഴ സ്വാഗതവും KT ജോയ് നന്ദിയും പറഞ്ഞു. BMS ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. ആയിരങ്ങൾ അണിനിരന്ന പ്രകടനവും നടന്നു. നഗരത്തെ കാവി പുതപ്പിച്ച് BMS ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. ഹോസ്ദുർഗ് ടൗൺ ഹാൾ പരിസരത്തു നിന്നും ആരംഭിച്ച തൊഴിലാളി പ്രകടനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. തുടർന്ന് നോർത്ത് കോട്ടച്ചേരിയിലെ മെട്രോ പ്ലാസ നഗറിൽ നടന്ന പൊതുസമ്മേളനം BMS സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി MP രാജീവൻ ഉദ്ഘാടനം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് ഭാരതീയ മസ്ദൂർ സംഘം ആരംഭിച്ചത്? ഈ രാജ്യത്തിന്റെ ചിരപുരാതനമായിട്ടുള്ള സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയ ബോധമുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുക എന്ന ഉദാത്തമായ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1955 സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി ആഹ്വാനം ചെയ്ത
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ജ്വലിച്ചു നിന്നിരുന്ന അഗ്നിനക്ഷത്രമായ ലോകമാന്യ ബാലഗംഗാധര തിലകന്റെ ജന്മദിനമായ ജൂലൈ മാസം 23-ാം തീയതിയാണ് ഈ വേറിട്ട തൊഴിലാളി പ്രസ്ഥാനം രാജ്യത്ത് ജന്മമെടുത്തത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുരളീധരൻ, പി ദാമോദര പണിക്കർ, ടി കൃഷ്ണൻ, നാരായണൻ കൊട്ടോടി, വിശ്വനാഥൻ, നളിനി, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ സ്വാഗതവും അഡ്വക്കേറ്റ് E സുകുമാരൻ നന്ദിയും പറഞ്ഞു. കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് TN പ്രതാപൻ MLA നയിക്കുന്ന മത്സ്യത്തൊഴിലാളി അവകാശ സംരക്ഷണ യാത്ര പ്രയാണം തുടങ്ങി. കാഞ്ഞങ്ങാട് പുതിയ വളപ്പ് കടപ്പുറത്ത് സ്വീകരണവും നൽകി. മത്സ്യത്തൊഴിലാളി അവകാശ സംരക്ഷണ യാത്ര കാസർഗോഡ് നിന്നും മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയാൽ അത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് മീനാകുമാരി റിപ്പോർട്ട് അറബിക്കടലിൽ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. TN പ്രതാപൻ MLA നയിക്കുന്ന ജാഥയ്ക്ക് പുതിയ വളപ്പ് കടപ്പുറത്ത് സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് DV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി P രാമകൃഷ്ണൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് അധികാരം കൈമാറുകയും ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യൻ ഭരണഘടന അവർക്ക് ഭരണഘടനയോടും സ്വാതന്ത്ര്യത്തോടും നമ്മുടെ സംസ്കാരത്തോടും നമുക്ക് മഹനീയമായ പാരമ്പര്യത്തോടും നമുക്ക് വിശ്വാസം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവർക്ക് ബൂർഷ്വാ പ്രസ്ഥാനമാണ്. മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ബൂർഷ്വാ നേതാക്കളാണ്. അതുകൊണ്ട് ആ ബൂർഷ്വാ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല. അഡ്വക്കേറ്റ് MC ജോസ്, KV ഗംഗാധരൻ, PK ഫൈസൽ, അഡ്വക്കേറ്റ് റൊണാൾഡ്, P ബാലകൃഷ്ണൻ, R ഗംഗാധരൻ, P പ്രദീപൻ, KK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ സർവകലാശാല കലോത്സവം ലോഗോ പ്രകാശനം കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഹാളിൽ നടന്നു. കണ്ണൂർ സർവകലാശാല കലോത്സവം 25 മുതൽ മാർച്ച് 1 വരെ തീയതികളിൽ പടന്നക്കാട് കോളേജിൽ നടക്കും. പ്രസ് ഫോറം ഹാളിൽ നടന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ മനോജ് ഖാന സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ ഖദീജത്ത് സുഹൈലിക്ക് ലോഗോ കൈമാറി. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ കലോത്സവത്തെ നാടിന്റെ ആഘോഷമാക്കി മാറ്റിക്കൊണ്ടുവരുന്നതായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് പോസ്റ്റർ പ്രകാശനം നടന്നിരിക്കുകയാണ്. കണ്ണൂർ സർവകലാശാല യൂണിയൻ ഈ കലോത്സവത്തെ കാണുന്നത് കേവലം 3 ജില്ലകളിലെ വിദ്യാർത്ഥികളുടെ കലാശേഷി, കലാപ്രതിഭകൾക്ക് മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി വീട്ടിലുള്ള കേവലം വേദി ഒരുക്കുക മാത്രമല്ല, നമ്മുടെ നാടുകളിൽ നിന്ന് കൂട്ടായ്മകൾ രൂപീകരിക്കപ്പെടുന്നവരും ഒക്കെ തന്നെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയിട്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനമായിട്ടാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഇതിനെ കാണുന്നത്. ചടങ്ങിൽ സംഘാടക സമിതി ഭാരവാഹികളായ VV രമേശൻ, രജീഷ് വെള്ളാട്ട്, AV ശിവപ്രസാദ്, E കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുല്ലൂർ പെരിയയെ അഴിമതി രഹിത പഞ്ചായത്താക്കും. പുല്ലൂരിൽ സംസ്കൃതി അഴിമതി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. അഴിമതി രഹിത ഗ്രാമം എന്ന ലക്ഷ്യം മുൻനിർത്തി പുല്ലൂരിൽ അഴിമതി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. സംസ്കൃതി പുല്ലൂരിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്ന വിജിലൻസ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ജില്ലയിൽ അഴിമതി രഹിത പ്രവർത്തനങ്ങൾക്കായി വിജിലൻസ് സമിതികൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന പഞ്ചായത്താണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത്. പുല്ലൂർ ബാങ്ക് ഹാളിൽ അഴിമതി എന്തുകൊണ്ട് എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ആദ്യം നടത്തിയിട്ടുള്ളത് കേരളത്തിൽ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും കേരളീയ സമൂഹവും ഒരു പൊതു ചർച്ച സംഘടിപ്പിക്കപ്പെട്ട സമയത്ത് അതിൻ്റെ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ അങ്ങനെ ഒരു ചർച്ച ഉയർന്നു വന്നത്. രണ്ടാമത്തെ ഈ സമയവും വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ മാതൃഭൂമി വാർത്തയുടെ ഇന്നത്തെ തലക്കെട്ട് നമ്മളെല്ലാവരെയും വളരെയധികം ആകർഷിക്കുന്ന ഒരു തലക്കെട്ടാണ്. രാഷ്ട്രീയം എന്തായാലും അഴിമതി രഹിത ദില്ലി എന്ന് പറയുന്ന ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഡൽഹിയിലെ ജനങ്ങൾക്ക് മുമ്പാകെ വച്ചിരിക്കുന്നു. സംസ്കൃതി പ്രസിഡന്റ് P ജനാർദ്ദനൻ അധ്യക്ഷനായി. ഡോക്ടർ MM ശ്രീധരൻ വിഷയം അവതരിപ്പിച്ചു. TV കരിയൻ, വിനോദ് കുമാർ പള്ളയിൽ വീട്, ഡോക്ടർ V ബാലകൃഷ്ണൻ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ബ്യാരി സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ഡോക്ടർ AM ശ്രീധരന് ആദ്യകാല അധ്യാപകൻ A കുഞ്ഞമ്മു മാസ്റ്റർ ഉപഹാരം നൽകി. K ശശിധരൻ സ്വാഗതവും ചന്ദ്രൻ M നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് മത്സ്യമാർക്കറ്റിൽ മാലിന്യത്തിന് തീപിടിച്ചു. പച്ചമരവും കത്തി നശിച്ചു. മാലിന്യങ്ങൾ നിറഞ്ഞ മത്സ്യമാർക്കറ്റിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. മാലിന്യവും കത്തി നശിച്ചു.
സമീപത്തെ മരവും കത്തിനശിച്ച നിലയിലാണ്. കാഞ്ഞങ്ങാട്ട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരി കുടുംബസംഗമം സംഘടിപ്പിച്ചു. മലബാർ ഓഷ്യൻ റിസോർട്ട് പടന്നക്കാടിലാണ് കുടുംബസംഗമം നടന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗവും കുടുംബസംഗമവും നടന്നു. കുടുംബസംഗമത്തിൽ 1000-ഓളം പേർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുടുംബസംഗമം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവസ്യാം യേച്ചേരി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ശ്രീ അഹമ്മദ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ കാസർഗോഡിന്റെ ഗ്രാമീണ മേഖലയിലുള്ള കുടുംബാംഗങ്ങളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ജില്ലയ്ക്കകത്ത് താമസിക്കുന്ന പലവരും കാണാത്തതും അറിയാത്തതുമായ ഈ സംസ്ഥാനത്ത് തന്നെ പ്രകൃതി രമണീയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ മലബാർ ഓഷ്യൻ സെന്ററിൽ ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് അധ്യക്ഷനായി. ഇന്ത്യാന ഹോസ്പിറ്റൽ ചെയർമാൻ അബ്ദുൾ ലത്തീഫ് ഉപ്പള ഗേറ്റ് മുഖ്യാതിഥിയായി. TM ജോസ് തയ്യിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര ചടങ്ങിൽ സമ്മാനദാനം നടത്തി. ബി അബ്ദുൾ റഹ്മാൻ, പൈക്ക അബ്ദുള്ള കുഞ്ഞി, N മഞ്ജുനാഥ, ശങ്കരനാരായണ മയ്യ, പി അശോകൻ, പി ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. KV ലക്ഷ്മണൻ സ്വാഗതവും തോമസ് കാനാട്ട് നന്ദിയും പറഞ്ഞു. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ നടപടി വേണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് നഗരത്തിൽ മുഴുവൻ സമയ ശൗചാലയം നിർമ്മിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ചുമതലകൾ കൂടുന്നു നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരം ശക്തമായിട്ട് തുടരേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഡെമോക്രസിന്റെ വാൾ പോലെ നമ്മുടെ ഏത് അവസരത്തിലും വീഴും എന്നുള്ള ഭീതി കരുതിക്കൊണ്ട് റോഡ് സേഫ്റ്റി ബിൽ എന്നൊരു പുതിയ നിയമം നിൽക്കുകയാണ്. അതെപ്പോഴും വരാം. പാർലമെന്റ് ചേരണമെന്നില്ല. പി രാഘവൻ വെള്ളിക്കോത്ത് അധ്യക്ഷനായി. നെല്ലിക്കാട്ട് കുഞ്ഞമ്പു, കാറ്റാടി കുമാരൻ, വേണു മടിക്കൈ, യു പ്രകാശൻ, സുരേഷ്, മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി CH കുഞ്ഞമ്പുവിനെ പ്രസിഡന്റായും അഭിലാഷ്, വിജയകുമാർ എന്നിവരെ വൈസ് പ്രസിഡന്റായും രാഘവൻ വെള്ളിക്കോത്തിനെ സെക്രട്ടറിയായും പവിത്രൻ, രതീഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ ഏകദിന പാരന്റ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ മെന്റലി ചാലഞ്ചഡിന്റെ സഹകരണത്തോടെയാണ് ഏകദിന സ്പെഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സാധാരണ നിലയിലുള്ള ഒരു കുട്ടികളുണ്ടെങ്കിൽ പോലും രക്ഷിതാക്കൾ വേവലാതി കൊണ്ട് അവരുടെ ജീവിതം തള്ളി നീക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് ഇതുപോലെയുള്ള ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള കുട്ടികളുള്ള രക്ഷിതാക്കളുടെ ജീവിതവും അവരുടെ മുന്നോട്ടുള്ള പോക്കും. നമുക്ക് എല്ലാവർക്കും ഊഹിച്ചെടുക്കാൻ പറ്റുന്ന വിഷയം തന്നെയാണിത്. അപ്പം ഇന്നിവിടെ ഈ സംഘടിപ്പിച്ചിരിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ വിവിധ വിഭാഗങ്ങളായി ഓരോ ക്ലാസ്സുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ജീവിതത്തിൽ സങ്കടങ്ങളും അതുപോലെയുള്ള പ്രാരാബ്ദങ്ങളും ഒക്കെ
അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇന്ന് ഈ ഓരോ ക്ലാസ്സുകളിലൂടെ മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ MR നമ്പ്യാർ അധ്യക്ഷനായി. ഡോക്ടർ MK ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. മുഹമ്മദ് അസ്ലാം, ഡോക്ടർ ജയപ്രകാശ് ഉപാധ്യായ, MC ജേക്കബ് എന്നിവർ സംസാരിച്ചു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് VV ഹരീഷ് സ്വാഗതം പറഞ്ഞു. സഹകരണ മേഖലയിലേക്കുള്ള ആദായ നികുതി വകുപ്പിന്റെ കടന്നുകയറ്റം ചെറുക്കണമെന്ന ആവശ്യം. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനത്തിന് സമാപനം. സഹകരണ മേഖലയെ തകർക്കാനുള്ള ആദായ നികുതി വകുപ്പിന്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്നതിനായി ആദായ നികുതി വകുപ്പ് നടത്തുന്ന ഗൂഢശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു. പുല്ലൂർ AKG മന്ദിരത്തിൽ നടന്ന സമ്മേളനം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി P രാഘവൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇറാനും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നം. അപ്പൊ അവർ തകർക്കാൻ വേണ്ടിയാണ് എണ്ണയുടെ വില കുറച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ എണ്ണയുടെ വില പറയുമ്പോൾ സ്വാഭാവികമായും നിരവധി രാജ്യങ്ങളുടെ എണ്ണ ഉത്പാദിപ്പിക്കുന്ന നിരവധി രാജ്യങ്ങളുടെ വരുമാനം കുറയും. ആ വരുമാനം കുറയുമ്പോൾ ആ രാജ്യങ്ങളിലെല്ലാം ഉള്ള ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികൾ അവർക്ക് നിർത്തിവെക്കേണ്ടി വരും. അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് എനിക്ക് കണ്ടിട്ട് അറിയണം, ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ സാധാരണഗതിയിലുള്ള സാമ്പത്തിക കുഴപ്പത്തിന് പുറമെ എണ്ണ ഉത്പാദനം കൂടി വർദ്ധിച്ചതിന്റെ ഫലമായി എണ്ണയുടെ വില കുറഞ്ഞതിന്റെ ഫലമായി ഉള്ള സാമ്പത്തിക കുഴപ്പം ഈ രാജ്യങ്ങളെല്ലാം ബാധിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഏരിയ പ്രസിഡന്റ് NV ബാലൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി KV വിശ്വനാഥൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KV ഭാസ്കരൻ, K ഭരതൻ, M കുഞ്ഞമ്പു, P നാരായണൻ, O കൃഷ്ണൻ, TV കരിയൻ എന്നിവർ സംസാരിച്ചു. MV നാരായണൻ സ്വാഗതവും മനോജ് കാരക്കുഴി നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി NV ബാലനെ പ്രസിഡന്റായും KV വിശ്വനാഥനെ സെക്രട്ടറിയായും AK മുരളിയെ ഖജാൻജിയായും തിരഞ്ഞെടുത്തു. വാർത്തകൾ തുടർന്നു. ജനശക്തി കലാവേദി കാറ്റാടിയുടെ നേതൃത്വത്തിൽ നടന്ന ഫ്ലഡ് ലൈറ്റ് ഷട്ടിൽ ടൂർണമെന്റ് ആവേശമായി. കാറ്റാടിയിലാണ് മത്സരം നടന്നത്. കാറ്റാടി ജനശക്തി കലാവേദിയുടെ നേതൃത്വത്തിലാണ് ജില്ലാതല ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നല്ല പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കഥാ സാംസ്കാരിക സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജനശക്തി കലാ. ഷട്ടിൽ കളിയെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പറയാൻ അറിയാത്ത ഒരാളാണ്. സുഭാഷ് കാറ്റാടി അധ്യക്ഷനായി. കാറ്റാടി കുമാരൻ, CH ബാബു, T സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. മത്സര വിജയികൾക്ക് ഹോസ്തൃക CI U പ്രേമൻ ഉപഹാരം നൽകി. വിപിൻ കാറ്റാടി സ്വാഗതം പറഞ്ഞു. കൊടവലം വാണിയൻ കരിഞ്ചാമുണ്ടി വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവത്തിന് സമാപനം. അനുഗ്രഹം തേടി നൂറുകണക്കിന് ഭക്തരെത്തി. അപൂർവമായ ഒട്ടേറെ തെയ്യങ്ങളാണ് കളിയാട്ടത്തിന്റെ ഭാഗമായി അരങ്ങിലെത്തിയത്. കുറത്തിയമ്മ, ബ്രാഹ്മണ ചാമുണ്ടി, കല്ലുരുട്ടി, പഞ്ചുരുളി, കരിഞ്ചാമുണ്ടി തെയ്യങ്ങൾ കെട്ടിയാടി. സമാപന ദിവസമായ ഞായറാഴ്ച വിഷ്ണുമൂർത്തി തെയ്യം അരങ്ങിലെത്തി. ഭക്തരെ പ്രഹ്ലാദമാനസങ്ങളാക്കിക്കൊണ്ട് ഹിരണ്യവധം അരങ്ങേറി. ഗോവിന്ദനാമ സങ്കീർത്തനങ്ങളാൽ മുഖരിതമായ ദേവസ്ഥാനം അപൂർവ നിമിഷങ്ങൾക്ക് സാക്ഷിയാവുകയായിരുന്നു. കളിയാട്ടത്തിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. ചിത്താരി ചാമുണ്ടിക്കുന്ന് മീത്തൽ വീട് തറവാട് തെയ്യം കെട്ട് ഉത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ഓലമിടയിൽ ആരംഭിച്ചു. ചിത്താരി ചാമുണ്ടിക്കുന്ന് മീത്തൽ വീട് തറവാട്ടിൽ നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ മുന്നോടിയായുള്ള ചടങ്ങുകൾ തുടങ്ങി. പന്തൽ പണിക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ ആരംഭിച്ചു.
ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാജൻ പെരിയ ഉദ്ഘാടനം ചെയ്തു. KT നാരായണൻ അധ്യക്ഷനായി. സ്ത്രീ പുരുഷ ഭേദമന്യേയുള്ള കൂട്ടായ്മയുടെ സഹകരണത്തോടെ ഓലമെടയലിന് തുടക്കമായി. ചടങ്ങിൽ രാജൻ കോളിക്കര, രവി കൊളവയൽ, കണ്ണൻ മടിക്കൈ, TV ശ്രീധരൻ, നാരായണൻ പള്ളിക്കാപ്പൽ, പുഷ്പ, MV നാരായണൻ എന്നിവർ സംസാരിച്ചു. KV ബാലൻ സ്വാഗതവും മഞ്ഞോട്ട് ബാലൻ നന്ദിയും പറഞ്ഞു. CITU ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കും. 18-ന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പരിപാടി ഒരുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും വർഗീയ സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ബഹുജന റാലി ആരംഭിക്കും. തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒപ്പുമരച്ചോട്ടിൽ കൂട്ടായ്മ ഒരുക്കും. പ്രമുഖ പ്രഭാഷകൻ മനോജ് മട്ടന്നൂർ മുഖ്യ പ്രഭാഷണം നടത്തും. കൂട്ടായ്മയിൽ MP, MLA മാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാംസ്കാരിക നായകർ, ട്രേഡ് യൂണിയൻ പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒന്നാം ഘട്ടത്തിൽ കാസർഗോഡ് ഒപ്പുമരച്ചോട്ട് ഒരു സൗഹൃദ കൂട്ടായ്മ, ബഹുജന കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. മനോജ് പട്ടാലൂർ എന്ന് പറയുന്ന സാംസ്കാരിക പ്രവർത്തകൻ മുഖ്യ പ്രഭാഷണം നടത്തും. ഒരു പ്രഭാഷണം മാത്രം നടത്തിയാൽ മതി എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ ദീപം തെളിയിച്ച്, മെഴുകുതിരി തെളിയിച്ച് സമാധാനത്തിന് വേണ്ടിയ സന്ദേശം ഞങ്ങൾ കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. CITU ഭാരവാഹികളായ TK രാജൻ, അഡ്വക്കേറ്റ് AG നായർ, K ഭാസ്കരൻ, ഗിരികൃഷ്ണൻ, ചന്ദ്രശേഖരൻ, A നാരായണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. രാമേശ്വരം രാമഗിരി തെക്കുംമാടൻ തറവാട് കളിയാട്ടത്തിന് സമാപനം. അനുഗ്രഹം തേടി 100 കണക്കിന് പേരെത്തി. കളിയാട്ടത്തിന്റെ ഭാഗമായി വിഷ്ണുമൂർത്തി, കാർണോൻ തെയ്യം, രക്തജാതൻ, പൊട്ടൻ തെയ്യം, കുണ്ടാർ ചാമുണ്ടി, മുളവന്നൂർ ഭഗവതി തെയ്യങ്ങളും കെട്ടിയാടി. അന്നദാനവും നൽകി. പൊങ്കാല ഉത്സവത്തിന് വെള്ളൂട ദുർഗാ ഭഗവതി ക്ഷേത്രം ഒരുങ്ങുന്നു. മാർച്ച് 3 മുതൽ 5 വരെ തീയതികളിലാണ് പൊങ്കാല ഉത്സവം നടക്കുന്നത്. കുംഭമാസത്തിലെ പൂരം നാളിലാണ് വെള്ളൂട ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവം നടക്കുന്നത്. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും പകരമായി ആത്മനൈവേദ്യം അർപ്പിക്കാൻ ഭക്തർക്ക് കിട്ടുന്ന അവസരമാണ് പൊങ്കാല സമർപ്പണം. മാർച്ച് 5-ന് പൊങ്കാല ഉത്സവം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 4-ന് മഹാചണ്ഡിക ഹോമവും നടക്കും. മാർച്ച് 5-ന് രാത്രി 9:30-ന് കാഞ്ഞങ്ങാട് ചിലമ്പലി നാടൻ കല നാട്ടറിവ് പഠനകേന്ദ്രത്തിന്റെ ഗോത്രപ്പെരുമയും അരങ്ങേറും. 5-ന് മാവുങ്കാൽ, കോട്ടപ്പാറ എന്നീ സ്ഥലങ്ങളിൽ നിന്നും രാവിലെ 6 മണി മുതൽ വാഹന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നെല്ലിക്കാട് ശ്രീകാളി ഭഗവതി ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവം 17-ന് നടക്കും. രാവിലെ കലവറ നിറക്കൽ ഘോഷയാത്രയുണ്ടാകും. അന്നദാനവും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാതന്ത്ര്യ സമര സേനാനി KV നാരായണനെ കാഞ്ഞങ്ങാട്ടെ പൗരാവലി ആദരിച്ചു. ഡോക്യുമെന്ററി പ്രകാശനവും നടന്നു. ആവേശത്തിരയിൽ BMS ജില്ലാ സമ്മേളനത്തിന്റെ പ്രകടനം. ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കം. കാഞ്ഞങ്ങാട് സ്വീകരണം നൽകി. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം കാഞ്ഞങ്ങാട്ട് നടന്നു. കലോത്സവം 25-ന് തുടങ്ങും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാതല കുടുംബ സംഗമം പടന്നക്കാട്ട് നടന്നു. പുല്ലൂർ പെരിയ പഞ്ചായത്തിനെ അഴിമതി രഹിതമാക്കും. സംസ്കൃതി പുല്ലൂരിൽ അഴിമതി വിരുദ്ധ സെമിനാർ നടത്തി. നഗരത്തിൽ മുഴുവൻ സമയ ശൗചാലയം തുടങ്ങണമെന്ന് ആവശ്യം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനത്തിന് സമാപനം. രാവണേശ്വരം രാമഗിരി തെക്കുംമാടൻ തറവാട് കളിയാട്ടത്തിന് സമാപനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.